അപ്പൊ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് ഈ കുട്ടീനെ പുറത്താക്കിയ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിലെ ലെറ്റർ കൊടുത്തേക്കണത് ഈ കുട്ടീനെ ബുദ്ധിപരമായിട്ട് കുറച്ച് ബാക്കിലാണ്, ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ കുട്ടീന്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ കുട്ടീന്റെ അമ്മ അത് വായിക്കാണ്. ഭയങ്കര സങ്കടം വന്നു. കാരണം മോനെ അത്രയും കുറച്ച് ഇന്നലെ നമുക്കത് ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സമയത്ത് സോറി ട്ടോ, ഒരു മിനിറ്റ്, ഞാന് നെറ്റ് ഇത് ചിലപ്പോ കട്ടായി പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹലോ, ഓക്കെ, ആ ഫോണ് കുറച്ച് ഡിസ്റ്റന്റിൽ വെച്ചാൽ മതി റാഷി. ഓക്കെ ആണോ? എന്റെ ലാപ്ടോപ്പ് ഒന്ന് ചാർജ് തീർന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ തോമസ് ആൽവ എഡിസന്റെ കഥ പറഞ്ഞതില്ലേ, അദ്ദേഹത്തിന്റെ മദറിന് ഭയങ്കര ഈ ഒരു ലെറ്റർ കുട്ടിയുടെ കയ്യിൽ കൊടുത്തയക്കാണ്. ഈ കുട്ടിക്ക് കുറച്ച് ബുദ്ധിപരമായിട്ട് കുറച്ചൊരു ഇതായി നിൽക്കുന്നതാണ് എന്നുള്ളൊരു ഇൻഫോർമേഷൻ. ഇത് വായിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. അപ്പൊ ഈ കുഞ്ഞ് ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്താണ് എഴുതിയിട്ടുള്ളത്, എന്നെ ഇവിടുന്ന് പുറത്താക്കി, എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞൊരു ഉത്തരമുണ്ട്. അമ്മ പറഞ്ഞു, മോനെ, നീ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടിയാണ്, ഒരുപാട് കഴിവുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇരുത്തിയിട്ട് മോനെ പഠിപ്പിക്കാൻ പറ്റില്ല. ടീച്ചർ പറയാണ് അതിലും ബ്രൈറ്റ് ആണ് നീ. അപ്പോ അതുകൊണ്ടാണ് നിന്നെ ആ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത്. കാരണം അത്രയും ബ്രൈറ്റ് ആയ കട്ടെ, ഇത്രത്തോളം ബ്രൈറ്റ് അല്ല അവിടെയുള്ള കുട്ടികളൊന്നും എന്നുള്ളത്. അപ്പൊ ആ അമ്മ പറഞ്ഞൊരു വാക്ക് ആ കുഞ്ഞിൽ കിട്ടിയതല്ലേ, കിട്ടിയൊരു കോൺഫിഡൻസും ആ കുഞ്ഞിന് കിട്ടിയൊരു ഇതും എന്താവും നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. ആ കുട്ടി, ആ ഒരു വാക്കാണ് ആ കുഞ്ഞിനെ ഇന്ന് നമ്മൾക്ക് ഈ ലോകം മൊത്തം വെളിച്ചം തരുന്ന, ഈ വൈദ്യുതി കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന വാക്കുകൾ എന്താ. ഇവൻ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ആ കുഞ്ഞ് വന്ന് പറയണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നിന്നെ എവിടെ എത്രാമത്തെ സ്കൂളാണ്, നിന്നെ കൊണ്ട് ഇങ്ങനെ തന്നെ, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യവും നമ്മൾ ആ കുഞ്ഞിന് പിന്നെ തളർത്തുന്ന രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ചില കുട്ടികൾ അല്ലെങ്കിൽ അവരൊന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻസ് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നൽകുന്ന വാക്കുകളും ഇത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പൊ എപ്പോഴും നമ്മളെ മക്കളെ ഒരുപാട് നല്ല മോട്ടിവേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട്, കുഞ്ഞു കുഞ്ഞു വീഴ്ചകൾ വരുമ്പോൾ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം അല്ലെ? ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഈ വലിയ വലിയ രീതിയിലൊക്കെ പെട്ടുപോണത് എന്താ, അല്ലെങ്കിൽ ലഹരി ഇതൊക്കെ പെട്ടുപോണത് എന്താ? അവര് ചിലപ്പോ ഒരു വീഴ്ചയൊക്കെ വീണിട്ടാവും കുഞ്ഞുങ്ങൾ പഠിക്കുക. പക്ഷെ അപ്പൊ പോലും അവർക്ക് നമ്മളെ പേടി. വേറെ ആരോട് പറയാനും പാരന്റ് എന്നുള്ളതിൽ നമ്മളെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളാണ് അവര് പേടിയുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞുള്ളത്? നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ഒരു രക്ഷിതാവിനായിട്ടാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള മക്കളെ. നമ്മളെ റബ്ബിനെ നമുക്ക് എങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നാലും ഓടിപ്പോയിട്ട് എനിക്ക് പുറത്തു തരാന്, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച്, എനിക്ക് എന്റെ കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാന് എന്നുള്ളൊരു ഫെയ്ത്ത് ആണ് നമുക്ക് നമ്മളെ റബ്ബിനോട്. ആ ഒരു കണക്ഷനാണ് ഓരോ കുഞ്ഞിനും നമ്മളോട് വേണ്ടിയത് അല്ലെ? എനിക്കൊരു വീഴ്ച വരുമ്പോൾ ഓടി വരേണ്ടത് നമ്മളെടുത്താവണം അവര്. എനിക്ക് എന്തെങ്കിലും വന്നാൽ എന്റെ ഉമ്മ ഉണ്ട് എനിക്ക് ചേർത്ത്, എന്റെ തെറ്റ് വന്നാലും ഒന്ന് ശിക്ഷിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് ഇതായാലും ആ ഒരു സ്നേഹത്തോടെയുള്ള ശിക്ഷണാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. നമ്മൾ ഒന്നും നോക്കാതെയാണ് ചെയ്യുക. നമ്മുടെ ഇമോഷൻ എല്ലാം കൂടെ നമ്മുടെ ഇതിൽ പല കൺസേൺ ആണ്. അവര് കണ്ടിട്ടുണ്ടാവും, അവരറിഞ്ഞിട്ടുണ്ടാവും, ഇവരിനി എന്താ പറയാ, ഇവരുടെ ഇടയിൽ എന്റെ മോൻ ഇങ്ങനെ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ ഹലോ, ഇങ്ങനെയുള്ള പല കൺസേൺ ആണ് നമ്മളുടെ ഓരോരുത്തരും മനസ്സിലുള്ളത്. ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾക്ക് അല്ലെ ആ പ്യുവർ ആയിട്ടുള്ള നമ്മളുടെ ഉദ്ദേശം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾക്ക്, മറ്റുള്ളവരൊന്നും ഒരു പാർട്ടും അല്ല നമ്മുടെ ലൈഫിൽ അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതും ഒന്നും അല്ല. അപ്പൊ നമ്മളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്ത് നമ്മളെ മക്കളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വാർത്തെടുക്കുക റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഗിഫ്റ്റ് ആണ്. അതിന് നാളെ കണക്കും അതിനുള്ള ഇതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അതെല്ലാം ക്വസ്റ്റ്യനിങ് ഉണ്ട് നമുക്ക് അവിടെ. നമ്മൾക്ക് എന്താ പറയാ, അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. ആസ് എ പാരന്റ് എനിക്ക് ഇങ്ങനെ എല്ലാം എന്റെ ഇമോഷനൊക്കെ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എന്റെ ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഒരു ടൂളാണ് എന്റെ മോന് എന്നുള്ളതല്ല, അല്ലെങ്കിൽ മോള് എന്നുള്ളതല്ല. നമ്മൾ അവർക്ക് നൽകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അവരെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക. ചില തെറ്റുകളൊക്കെ വന്നാൽ അവരെപ്പോഴും അവർക്ക് കൊടുക്കേണ്ട കെയർ, അറ്റൻഷൻ, അതുപോലെ തന്നെ ലവ്, അതിലൊരു കുറവും കാണിക്കാൻ പാടില്ല. അത് കുഞ്ഞുങ്ങൾക്ക് അത്രയും വേണ്ടതാ. ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത്രയും വേണ്ടതാണ്. അത് നമ്മൾ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. നല്ല മനസ്സറിഞ്ഞ് നല്ല സ്നേഹത്തോടെ പ്രകടിപ്പിക്കുക. അവരെപ്പോഴും ഒന്ന് ഉമ്മ വെക്കുക, അവരെ ചേർത്ത് ഉമ്മ വെക്കുക. ഇവിടെ ഒരു തേർഡ് ഐ എന്ന് പറയും, നമ്മളെ നെറ്റിയിൽ ഇവിടെ ഉള്ള ഒരു പോർഷനാണ്. ഈ ഒരു ഭാഗത്ത് എപ്പോഴും നമ്മൾ ഉമ്മ വെച്ചാൽ ഭയങ്കര കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന പറയാ. നമ്മൾ അവരെ ചേർത്ത് പിടിച്ചല്ലേ, ഇവിടെ ഉമ്മ വെക്കുന്നത് കണ്ടാവും. ഇവിടെ തേർഡ് ഐ പോർഷൻ എന്ന് പറയും. കുഞ്ഞുങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുക, അവരെ ഹഗ് ചെയ്യുക അല്ലെ. കുഞ്ഞു മക്കളിൽ വലുതായാലും എത്ര വലുതായാലും നമ്മളെ മക്കളാണ്.
അവരൊന്ന് ചേർത്ത് പിടിക്കാനും ഹഗ് ചെയ്യാനും അല്ലെ, ഉമ്മ വെക്കാനും അതുപോലെ ആ ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. അവരവരെ കുഞ്ഞു കുഞ്ഞു സമയം കണ്ടെത്തുക. നമ്മളിപ്പോ സ്കൂളിലൊക്കെ ഇപ്പൊ കുഞ്ഞു മക്കളാകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് ഓടി വന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അവർക്ക് ഫസ്റ്റ് ഡേ ഒക്കെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹലോ, ഓക്കെ. അപ്പൊ ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടാവും. അപ്പൊ ഈ നേരത്തെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആരെയിലേക്ക് സംസാരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കൂല. നമ്മൾ ചിലപ്പോൾ കേൾക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന നേരത്ത് അവർക്ക് വേണ്ടി പാചകം ചെയ്യാവും, പക്ഷെ കുക്ക് ചെയ്യുന്ന നേരത്ത് പറഞ്ഞോ ഉമ്മ ഇവിടെ ഉണ്ട് എന്ന് പറയും. അങ്ങനെയല്ല, അവരെ കൂടെ ഒന്ന് ഇരുന്നിട്ട് എന്തുണ്ടായി അവരൊന്ന് കേൾക്കാൻ തയ്യാറാവും. അവർക്ക് കേൾക്കാൻ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അല്ല അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊന്ന് ആ ഒരു അറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അവരെ നമ്മൾക്ക് ആ ഒരു രീതിയിൽ അവർക്ക് നമ്മളൊന്ന് ഇരുന്ന് എന്തൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ എന്ത് സ്കൂളിൽ ഉണ്ടായി അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൂടെ ഒന്ന് ചേർന്ന് ഇരുന്ന് ഒരു ടൈം കൊടുത്ത് അവരെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. എല്ലാതും ചിലപ്പോൾ കുറെ തമാശനോ പൊട്ടിത്തരം എല്ലാം ഉണ്ടാവും, പക്ഷെ അതിന് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലത് തിരുത്താൻ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ നല്ല രീതിയിൽ അവരേറ്റ് ഇതാക്കുക. നമ്മൾ ആ സമയം കുറെ ഉപദേശിച്ചൊന്നും കുട്ടികളൊന്നും ഉപദേശത്തിലൊന്നും ഇതാവില്ല. നമുക്കറിയാം ഇന്നത്തെ മക്കൾ ഉപദേശം പറഞ്ഞാലും നമ്മളെ കുറെ ഇതാക്കിയിട്ടൊന്നും അവർക്ക് ഇതില്ല. അവർക്ക് നമ്മളെ ലൈഫിലൂടെയാണ് അവർ പഠിക്കുന്നത്. നമ്മളെ റോൾ മോഡൽ ചെയ്ത് പഠിക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം ബെസ്റ്റ് ആവാൻ നോക്കണം. നമ്മൾ ഓരോ ഉമ്മ അല്ലെങ്കിൽ ഓരോരുത്തരും ബെസ്റ്റ് ആവണം. ഇതിൽ നിന്നാവണം അവര് പഠിക്കേണ്ടത് അല്ലെ. നമ്മള് ഇമോഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ കാമായിട്ട് എങ്ങനെ നിൽക്കുന്നത്, ഇതൊക്കെയാണ് അവർ പഠിക്കുന്നത്. ഇതിന്റെ റിഫ്ലക്ഷനാണ് അവരിൽ കാണുന്നത്. നമ്മളെ മക്കളിൽ നമ്മളെ തന്നെയാണ് കാണുന്നത് അല്ലെ. ഈ ഫോൺ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവും, എന്നിട്ട് മക്കളോട് അറിയും അത് പാടില്ല, പഠിക്ക്. നമ്മൾ അതിനെല്ലാം ഒരു ലിമിറ്റ് നമ്മൾ വെക്കണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ 0 to 6 ഇയേഴ്സിന്റെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഇയേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു സമയം എന്താണ്, ആ സമയത്ത് ആ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കല്ല, അവർ കണ്ട് പഠിക്കേണ്ടതാണ്. എണീറ്റാല് അല്ലെങ്കിൽ ഈ ഒരു 0 to 6 അതും എന്നാലും ഒരു ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ അവർ പഠിച്ച് ഇതാവുന്നത് ഈ ഒരു പീരീഡിലാണ്, 6 to 12 ഇയേഴ്സിൽ. അതെന്താ, അവര് എണീക്കുന്നത് അല്ലെങ്കിൽ എണീറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ബെഡ് ഇതാക്കുക, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻ നല്ല കീപ്പ് ചെയ്ത് അവരുടെ ലൈഫിൽ ആ ചിട്ട ആ ഒരു പെരുമാറ്റ ബിഹേവിയറിലാണെങ്കിലും ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണ് 6 to 12 ഇയേഴ്സ്. ഈ സമയത്ത് നമ്മൾ തെറ്റുകൾ കണ്ട ചെറിയ അടി കൊടുക്കുക. ഇസ്ലാമിൽ പറയുന്നുണ്ട് അല്ലെ, 10 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സ് നിങ്ങൾ പരിശീലിപ്പിക്കും നിസ്കാരം. 10 വയസ്സായാല് അവര് നിസ്കരിച്ചില്ലെങ്കിൽ അടി കൊടുക്കും അല്ലെ, ചെറിയൊരു അടി ഒരു ശിക്ഷണം കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യൂ. ഈ സമയത്ത് ആ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത്. ആ സമയത്ത് ചെറിയ തെറ്റുകൾ കണ്ട ഒരു അടി കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരും. അങ്ങനെയായിട്ട് ആ ഡിസിപ്ലിൻ ആ ഒരു സമയത്തെ പറ്റുക 6 to 12 ഇയേഴ്സ്. ഇനി 12 to എബവ് അല്ലെ, നമ്മൾ 13+ കുട്ടികളെയാണ് അല്ലെങ്കിൽ 7ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെയാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുപ്പിച്ചത്. ഈ ഒരു കുട്ടികളുടെ പ്രത്യേകത എന്താ, അവർ കൗമാര സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാം. ഈ ഒരു കുട്ടികളുടെ കുറിച്ചാണ് നമുക്ക് ആസ് എ പാരന്റ് ഭയങ്കര കൺസേൺ, ഭയങ്കര ടെൻഷന് ഉള്ള ഒരു സമയമാണ് അല്ലെ. കാരണം ഈ കുട്ടികളുടെ നമുക്കറിയാം അവരുടെ ഹോർമോൺ ചേഞ്ചസ് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. പിന്നെ അവരുടെ സ്വഭാവത്തിൽ ഭയങ്കര ദേഷ്യം വരുന്നതാണ്, നമ്മൾ പറയുന്നത് കേൾക്കൂല, നമ്മൾ എന്തൊക്കെ ഒന്നും നടക്കില്ല. നമുക്ക് ഭയങ്കര ടെൻഷനുള്ള പീരീഡാണ് ഈ ഒരു സമയത്ത്. അത് അങ്ങനെയാണ്, കാരണം ആ കുട്ടികളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത് പോലും അറിയണില്ല. അവരെന്നെ ടെൻഷനിലാണ്, കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചുകൾ അല്ലെ. അവരുടെ ആ ഒരു സമയത്ത് അവര് പോലും ടെൻഷനില്ല, എങ്ങനെ ആരോടെ പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരത് പല പല മാർഗങ്ങളിലൂടെ പാരന്റ്സിനായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പല പല കാര്യങ്ങളിലേക്ക് അത് മാറിപ്പോകും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരു സപ്പോർട്ടാ വേണ്ടത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കാനോ അടിക്കാനോ പോയിട്ട് കാര്യമുണ്ടോ, ഒരിക്കലും കാര്യമില്ല. അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയി കാണുക ചെയ്യേണ്ടത്. അവര് ബെസ്റ്റ് ഫ്രണ്ട് ആവുക. നമ്മള് ആ ഒരു കൗമാര പ്രായത്തിൽ നമ്മുടെ ഫ്രണ്ടാണ് അവര്. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ കുട്ടീനെ കാണേണ്ടത്. ഓക്കെ, ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുക. അവര് എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കുക, അവര് സപ്പോർട്ടായിട്ട് അല്ലെ. കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നാലും തിരുത്താനും ഈ റബ്ബിന്റെ ആ ഒരു സ്പിരിച്വൽ പാരന്റിംഗ് എന്ന് പറഞ്ഞ പോലെ അതുപോലുള്ള ആ ഒരു കുഞ്ഞിന് എന്ത് വന്നാലും എന്റെ ഉമ്മ എനിക്കുണ്ട്, എന്തെങ്കിലും വന്ന് പറഞ്ഞാലും എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം, ഒരു ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം. ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങൾ മക്കളായിട്ട്. ഓക്കെ, അവരെ ചേർത്ത് പിടിക്കാനും അല്ലെ. ആരൊക്കെ ഇതിലുണ്ട്, ഇപ്പൊ കുട്ടികൾ ഭയങ്കര ദേഷ്യമായിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു സ്റ്റേജിൽ ഇതൊക്കെ നോർമലാണ് കുട്ടികൾക്ക്. ഈ ഒരു സമയത്ത് അവര് ആ സമയത്ത് പോയിട്ട് ഹഗ് ചെയ്യണതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ വല്ല ഉമ്മമാരുണ്ടോ ഇതില്, ഒന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ, കാരണം അതിലും അപ്പുറമുള്ള ഇമോഷനാണ് നമ്മള് നിൽക്കുന്നത്. അതിനേലും വലിയ പ്രഷറിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് അവരെ കൂളാക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും ചിലപ്പോൾ നമ്മൾ ഹഗ് ചെയ്യണ അമ്മമാരുണ്ടാവും, അവരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടാവും, അവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ അവർ ഒരുപാട് ദേഷ്യത്തിൽ അല്ലെങ്കിൽ വിഷമത്തില് സങ്കടത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്യാൻ പോവുക. അവരിരുന്ന് ഒന്ന് ഹഗ് ചെയ്യുക, ഒന്ന് ചേർത്ത് പിടിക്കുക. ഉമ്മയ്ക്ക് അറിയാം അല്ലെങ്കിൽ ഉമ്മക്ക് അറിയാം, ഉമ്മയുടെ മോനെ അറിയാം, ഇനി അറിയാതെ പറ്റിപ്പോയതാണ് അല്ലെങ്കിൽ ഇതാണ് ഉമ്മ, അങ്ങനെ നമ്മളുടെ ഇതും കൂടെ കുറച്ച് പറഞ്ഞ് അവരേലും കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ, അവരെ തെറ്റെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന
പറയുന്നതിനപ്പുറം കുറച്ച് അവരെ കേൾക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളോടൊക്കെ നമ്മൾ ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ ആ കുഞ്ഞിന് വരുന്ന ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് നമ്മളോട്. ഇത് നമ്മൾ ഉമ്മയാണ്, ഉമ്മ എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെ എന്റെ കാലടി സ്വർഗ്ഗാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ആ കുട്ടിയുടെ മൈൻഡിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾക്ക് റബ്ബ് തന്നൊരു ഇതിന് അനുഗ്രഹത്തെ നമ്മൾ എന്താക്കുകയാണ് അവിടെ വേറെ രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ഒരു ഉമ്മ എന്നുള്ള രീതിയിലും ആ കാലിന്റെ ഇടയിൽ സ്വർഗം എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് നല്ല ക്ഷമ വേണം. ഒരു കുട്ടിനെ വാർത്തെടുക്കുക അല്ലെ, വളർത്തെടുക്കാൻ എങ്ങനെയും പറ്റും അല്ലെ, എങ്ങനെയാണെങ്കിലും ഒരു വെള്ളം കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത കുട്ടി വളർന്നു പോയിക്കോളും എങ്ങനെയാണെങ്കിലും. പക്ഷെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. അതിന് ഒരുപാട് ക്ഷമ, ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾക്ക് ആസ് എ പാരന്റ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണം അല്ലെ. അപ്പൊ അത് നമ്മള് നല്ല രീതിയിൽ നമ്മളത് ബിൽഡ് ചെയ്യാനുള്ളത് നോക്കുക. അതുപോലെ മക്കൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല അല്ലെ ഈ ഒരു ഏജ് നമ്മൾ മനസ്സിലാക്കുക, 0 to 6 years. ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി അല്ലെ ഇങ്ങനെയുള്ള ടൈമാണ്. അവർക്ക് ഒരുപാട് സ്നേഹവും അറ്റൻഷനും കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും അപ്രീസിയേഷനും ഒക്കെ കൊടുത്തിട്ട് അവരെ നല്ല സ്നേഹിച്ച് പുന്നാരിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. അവരുടെ അതിലൂടെ തന്നെ അവര് നല്ല നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള മക്കളാവാനും അവരുടെ റിയൽ പൊട്ടൻഷ്യലൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ഇതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതിൽ ഡിസിപ്ലിൻ ഇതാക്കുക അവരെ മക്കളിൽ നമ്മൾ പറയേണ്ടതും ചെയ്യേണ്ടതും ചെയ്യിക്കാനും കുഞ്ഞു കുഞ്ഞു ശിക്ഷണത്തിലൂടെ ആണെങ്കിലും അവരുടേതായിട്ട് ഡിസിപ്ലിൻ പഠിപ്പിക്കുക. പിന്നെ ഈ കൗമാര സ്റ്റേജിൽ അവരൊരു ബെസ്റ്റ് ഫ്രണ്ട് ആവുക അല്ലെ. അപ്പോൾ അവരെ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കണ്ടേ, അല്ലെങ്കിൽ അവരൊരു കൂടെ ഒരു ഫ്രണ്ടായി നിന്നിട്ട് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ, കാരണം അവർക്ക് അവരുടെ തന്നെ ടെൻഷൻ, അവർ പോകുന്ന ഏജ്, അവരുടെ ബോഡിയിൽ വരുന്ന കുറെ ഹോർമോൺ ചേഞ്ചസ്, അവർ തന്നെ ആകെ ഒരു ഇത്തരം അവസ്ഥയിലാണ്. അതിൽ കൂടെ നമ്മളും ഈ ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക, നമ്മളും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവര് മനസ്സിലാക്കി അവരെ കൂടെ നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനൊക്കെ നമ്മൾക്ക് പറ്റണം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു ഉമ്മ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല കാര്യങ്ങൾ, ഇപ്പൊ ഈ ഒരു കുഞ്ഞിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവരുടെ അടുത്ത് എപ്പോഴും നീ നല്ല രീതിയിലുള്ള അഫർമേഷൻസ് കൊടുക്കുക. ഈ ഉപബോധ മനസ്സിലേക്കാണ് എത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞു APJ അബ്ദുൽ കലാം സാർ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് സ്വപ്നം കാണുക, ഒരുപാട് നല്ല കഴിവുകൾ ബിൽഡ് ചെയ്യാനെന്നൊക്കെ. അവർക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ ഇട്ട് കൊടുക്കുക, നല്ല രീതിയിലാവണതും അല്ലെങ്കിൽ അവന്റെ കഴിവുകളൊക്കെ പറഞ്ഞിട്ട് അവൻ എന്താണോ യുണീക്ക് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്, നമ്മളെ മക്കൾക്കുണ്ട്, നമ്മൾക്കത് മനസ്സിലായിട്ടുണ്ടാവും, ചില പേരൻസിന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മമ്മൂട്ടിയുടെ നമുക്കറിയാം അല്ലെ, മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അത്ര കഴിവില്ല, അവിടെ എന്താ പറയാ കുറച്ച് ഇതാണ് മമ്മൂട്ടിക്ക് എന്നുള്ളത് അറിയാം. അറ്റ് സെയിം ടൈം നന്നായി ആക്ട് ചെയ്യുന്ന അറിയാം. അപ്പൊ മമ്മൂട്ടിക്ക് ഇപ്പൊ ഒരു കഴിവില്ലാത്ത പാർട്ടാണ് ഡാൻസ്. മമ്മൂട്ടി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താവും, ഇവിടെ ആക്ടിങ് എന്നുള്ളതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ മക്കൾക്ക് ഇതുപോലെ കഴിവുണ്ടാവും. അപ്പുറത്തെ മക്കൾക്ക് കഴിവുള്ള കാര്യം പറഞ്ഞിട്ട് ഈ കുട്ടീനെ അത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ കുട്ടിക്ക് കഴിവുള്ള പാർട്ട് ഉണ്ടാവും, അത് കണ്ടെത്തിയിട്ട് അവനെ വിജയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനിക്കുള്ളത് നമ്മൾ കൊടുക്കുക ചെയ്യേണ്ടത് അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ആ കുട്ടിക്ക് അതുണ്ട് ഇതല്ല. നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിന്റെ ചിന്തകളായിട്ട് മാറരുത്. ആ ചിന്തകൾ നമ്മൾ എടുക്കേണ്ട, അവരെ നല്ല പോലെ കോൺഫിഡൻസ് ആയിട്ട് വളർത്താനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും, പിന്നെ അവരെ സ്വപ്നങ്ങളൊക്കെ അവരാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറവും അവരെ സ്വപ്നങ്ങൾ, അവരെത്തിപ്പെടാൻ പോകുന്ന ഒരു മേഖല. പക്ഷെ നമ്മളത് കുറെ ഇതുകൊണ്ട് അവരിങ്ങനായി ഇത് പഠിച്ചാൽ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് വേറെ രീതിയിലാക്കുക. അവർക്ക് അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ അവിടെ ഇതാക്കിയിട്ട് നമ്മളെ കുറെ സ്വപ്നങ്ങളും നമ്മളുടെ കുറെ കാര്യങ്ങളും ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കാണ്ടിരിക്കുക. ഓക്കെ, അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് അവരെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കില്ലേ, നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞു ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്, നമ്മളെ മനസ്സ്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് അതിൽ നിന്ന് കിട്ടുക. നിന്നെ കൊണ്ട് ഇതേ പറ്റൂ, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇത് എന്നൊക്കെ പറയണമെങ്കിൽ ഈ കുട്ടി ചിലപ്പോൾ നീ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നീ ഇതാവില്ല എന്ന് ഒരു ടീച്ചറോ ഒരു പാരന്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ചിലപ്പോൾ ശ്രമിക്കും, ഇത് ശരിയാവാൻ വേണ്ടി ഈ കുട്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ എന്താ ഉണ്ടാവുക, ഈ ഉപബോധ മനസ്സ് ഈ കുട്ടീനെ ഉറക്കാൻ നോക്കി, പഠിക്കാൻ ബുക്ക് എടുത്താൽ ഈ കുട്ടീനെ ഉറക്കാൻ നോക്കും. കാരണം എന്താ, ഈ കുട്ടി നന്നാവില്ല എന്നുള്ളതാണ് ഉള്ളിലേക്ക് കൊടുത്തുള്ളത്, അല്ലെങ്കിൽ നീ എത്ര പഠിച്ചാലും കയറില്ല എന്നുള്ളതാണ് ഉള്ളിൽ കൊടുത്തുള്ളത്, നമ്മളെ വാക്കിലൂടെയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഉപബോധ മനസ്സ് ഈ കുട്ടീനെ ഉറക്കും, അല്ലെങ്കിൽ പഠിച്ച കയറാത്ത രീതിയിലുള്ള പല കളികളോ ഈ ഉപബോധ മനസ്സ് കളിക്കുക. അതുകൊണ്ടാണ് നമ്മളെ മനസ്സ്, നമ്മളെ കുട്ടികളുടെ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അത് ആ കുട്ടീനെ ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കുട്ടീനെ കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഉള്ള ആ ട്രെയിനിങ്, ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മളിൽ കിട്ടുന്നത്. അതിൽ എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ കുട്ടി അടിപൊളിയായിട്ട് വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എപ്പോഴും ആ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇല്ലേ, എന്താണ് നമ്മളുടെ തോമസ് ആൽവ എഡിസന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് ബാക്കിയുള്ളവർ എന്ത് കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആ മക്കൾക്ക് കൊടുക്കുന്ന അഫർമേഷൻ ഉണ്ട്. ആരെന്ത് പറഞ്ഞാലും ഉമ്മയുടെ മോനെ അടിപൊളിയാവുന്നു,
ഉമ്മയ്ക്കറിയാം, അല്ലെങ്കിൽ ഉമ്മയുടെ മോന് ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഉമ്മയുടെ മോള് ഇത്രയും എന്താണെന്ന് ആ ഒരു ഫെയ്ത്ത്, ആ ഒരു വിശ്വാസം നിങ്ങൾ അടിക്കടിക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത്രത്തോളം ആവും എന്നുള്ള ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ തന്നെ നിങ്ങൾ കൊടുത്താൽ മതി ആ കുഞ്ഞിന്. അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കാര്യമൊക്കെ വരുമ്പോൾ അഭിനന്ദിക്കാനൊക്കെ മറക്കാണ്ടിരിക്കുക. ഈ ചീത്ത പറയാനും ഈ ഒരു എന്തെങ്കിലും കുഞ്ഞു തെറ്റുകൾ വരുമ്പോൾ ഇതാക്കുന്നതിന് പകരം കുറച്ചും കൂടെ അവരെ ചേർത്ത് പിടിക്കാനും ആ ഒരു അറ്റൻഷനും കെയറും ലവും ഒക്കെ നന്നായി എക്സ്പ്രസ് ചെയ്തിട്ട് അവർക്ക് നൽകാനും നമ്മൾ ശ്രമിക്കുക. അതെന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയൊരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നോക്കുക. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വേണ്ടത് എന്താണ്, നമ്മളെ നമ്മളായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെ? നമ്മളുടെ ഇമോഷൻസ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത് വരുമ്പോൾ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ള നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ മക്കളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മക്കൾക്ക് വെറും പെർഫെക്റ്റ് മക്കൾ മാത്രമല്ല, അവർ ഇംപെർഫെക്ഷൻസും ഉറപ്പായിട്ടുണ്ട്. നമുക്കില്ലേ, നമുക്ക് ഒരുപാട് തെറ്റുകളില്ലേ നമ്മളില്ലേ, അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിനും പെർഫെക്ഷൻസിന്റെ കൂടെ ഒരുപാട് ഇംപെർഫെക്ഷൻസും കൂടെ ഉണ്ട്. അവർക്ക് പറ്റാത്തതും അവന്റെ സ്വഭാവത്തിലൊക്കെ വരുന്ന കുറെ കാര്യമുണ്ട്. അതുകൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെ? പെർഫെക്ഷൻസിന്റെ കൂടെ തന്നെ ഇംപെർഫെക്ഷൻസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ അതിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞിന് ഇങ്ങനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ആൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ ആക്സെപ്റ്റ് ചെയ്യുക. അത് ആക്സെപ്റ്റ് ചെയ്തിട്ടും വേണം നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ മക്കള് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, റബ്ബ് നമ്മൾ എന്തോ ഒരു സാധനമായിട്ട് നമ്മളെ കയ്യിൽ തന്നതല്ല. ഈ ഭൂമിയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് റബ്ബ് നമ്മളെ കയ്യിൽ, അല്ലെ? റബ്ബിന്റെ മക്കൾ തന്നെയാണ്, അല്ലെ? നമ്മളെ ഓരോരുത്തരും നമ്മളുടെ ആ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു രക്ഷിതാവിന്റെ കയ്യിൽ, അല്ലെ, ആ ഒരു കുഞ്ഞ് സേഫ് ആണ്, ഏറ്റവും നല്ല രീതിയിൽ വാർത്തെടുക്കുന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ തന്നിട്ടുള്ളത്. അത് നമ്മുടെ ലൈഫിൽ വന്ന പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരുത്തി ആ കുഞ്ഞിന് വേണ്ടാത്ത കുറെ കാര്യങ്ങളായിട്ട് കൊടുക്കരുത്. എന്തും ആയിക്കോട്ടെ, പക്ഷെ മക്കളെ വാർത്തെടുക്കുമ്പോൾ അതിനുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മളെ മക്കളിലേക്ക് എല്ലാം നമുക്ക് നൽകാനെന്ന്. പെർഫെക്ഷൻസിന്റെ കൂടെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും എന്റെ മോന്റെ അടുത്ത്. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, ചിലപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവന് ഇങ്ങനെ മറ്റൊരു ഇങ്ങനെ എന്നൊക്കെ കമ്പാരിസൺ ചെയ്യും. അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ വന്നുകൂടാന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ദേഷ്യം പോലും നമ്മളെ മക്കളോട് കാണിക്കും. മോനോട് നമുക്ക് ഉണ്ടാവില്ല ഇവര് പറഞ്ഞ ദേഷ്യമൊക്കെ. ഒരിക്കലും നമ്മൾ അങ്ങനൊന്നും ചെയ്യരുത്, അല്ലെ? നമ്മളുടേതായിട്ടുള്ള നമ്മളുടെ മക്കളെ എപ്പോഴും ചിന്തിക്കുക, റബ്ബ് നമ്മളിലേക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മളവിടെ കുറച്ച് ക്ഷമ പാലിക്കാനും നല്ല കാര്യങ്ങൾ മക്കൾക്ക് നൽകിയിട്ട് നല്ല രീതിയിൽ അവരെ വാർത്തെടുക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ഓരോന്നിനും, അല്ലെ, നമ്മൾക്ക് ആ ഒരു ഓരോന്നിനും എത്രത്തോളം ഭംഗിയിലാണ് നമ്മൾ ആ പാരന്റിങ് കൊടുക്കുന്നത്, അത്രത്തോളം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് മാത്രമല്ല രണ്ട് ലോകത്തേക്കും കിട്ടുന്ന ഗിഫ്റ്റ് എന്നുള്ളതാണ് നമ്മളെ മക്കളെ, അല്ലെ? അവരൊരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പരലോകത്തേക്കും നമുക്കുള്ള ഒരു സമ്പാദ്യം, കുറെ സ്വത്ത് എന്നുള്ളതിന്റെ അപ്പുറം സ്വലിഹായ ഒരു സന്താനം, അല്ലെ? അവരുടെ ഒരു പ്രയറും അവരുടെ ആ ഒരു ഭൂമിയിൽ അവർ ചെയ്തു വെക്കുന്ന നന്മകളാണ് നാളെ നമുക്ക് കിട്ടുക. കാരണം നമ്മളിൽ നിന്നാണ് ആ കുഞ്ഞ് നമ്മളിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ എപ്പോഴും നമ്മളെ നന്നാക്കാൻ, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിലൂടെ തന്നെ ആ കുഞ്ഞിനിക്ക് വേണ്ട ഏറ്റവും നല്ല വാല്യൂസും നല്ല രീതിയിലുള്ള എല്ലാതും നൽകിയ കുഞ്ഞിനെ വളർത്താനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു എന്റെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്തത് ഈ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഷെഫാന മൈൻ കോച്ചാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ആളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷനും ഒക്കെ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഷെഫാന മാം വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു നിങ്ങൾ കേട്ടിരുന്നതിന് കേട്ടോ. താങ്ക് യു റാഷിദ മാം. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റാഷിദ മാം പറഞ്ഞു, അല്ലെ? ഒരു ഫസ്റ്റ് സ്റ്റേജ് മുതലുള്ള അഡോളസന്റ് പ്രായത്തിൽ വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് റാഷിദ മാം. ഓക്കെ, ഷെഫാന മാം ഇപ്പൊ വരുന്നുണ്ടാവും. ആളെന്തോ പെട്ടെന്ന് ലീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇജ്ലാൽ
ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ ആളിപ്പോ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മളുടെ ലൈഫിൽ അല്ലെ. എനിക്കും ഇതുപോലെ തന്നെ 5 മക്കളാണ്. അപ്പൊ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എന്നിലൂടെ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് നൽകിയത് എന്നുള്ളത്. കാരണം ഇതുപോലെ ഒരുപാട് കൺസേൺ ആയിട്ട് ഒരു ബേബി വരുമ്പോൾ പോലും ഞാൻ എന്റെ അല്ലെ ഒരു ഫസ്റ്റ് ബേബി എനിക്ക് വന്നപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. നമുക്കറിയാം അതിലൂടെയാണ് നമ്മൾ എന്ന പാരന്റ് കൂടെ വളരുന്നത് അല്ലെ. ഒരു ഉമ്മ കൂടെ ജനിക്കുന്നത് ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അറിവില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് നിന്ന് കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അതേ കാര്യമാണ് നമ്മളെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് ഞാൻ ചെയ്യണത് ശരിയല്ല അല്ലെങ്കിൽ ഇതാന്നുള്ളത് ചിലത് നമുക്ക് തന്നെ അറിയുന്നുണ്ട്. പക്ഷെ എന്നെങ്കിൽ പോലും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. അങ്ങനെ 5 മക്കളും ആയതിനു ശേഷമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇതിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു ഇതിലെത്തിപ്പെടുന്നതും അല്ലെങ്കിൽ മദർ എന്നിൽ വരുത്തേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ അറിയണത്. അപ്പൊ എനിക്ക് നമ്മൾ ഇതുവരെ ഒരുപാട് ഉമ്മമാര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. മദർ എനിക്കൊന്നിനും സമയമില്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രഷർ കാര്യങ്ങൾ കിടന്ന് ഇങ്ങനെ അതൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ അവരെ കുറെ അടിക്കാനും നമ്മൾ ഈ കിടന്ന് ടെൻഷന് വിഷമം അടിക്കുന്നതിനൊക്കെ മക്കളെ കുറെ അല്ലെ പഠിക്കുക. നമുക്കറിയാം അവർ കുറച്ച് കാമായിട്ടിരുന്ന ഇജ്ലാൽ സർ പറഞ്ഞ പോലെ കാമായിട്ട് ഇരുന്ന് പഠിപ്പിച്ചാല് അവര് പഠിക്കും, ഭംഗിയായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടൈമില്ല. അപ്പൊ നമുക്കിത് പെട്ടെന്ന് അവര് പഠിക്കണം, പെട്ടെന്ന് ഇതാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അവരെ പിടിച്ച് പെട്ടെന്ന് പഠിപ്പിക്കുക, പെട്ടെന്ന് അടിക്കുക, ഇതാക്കിയിട്ട് അവരെ തലയിൽ കയറ്റാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യും. ഇതിലൂടെ പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരു പോയിന്റിലാണ് എനിക്ക് ഇതിനെല്ലാം ഒരു മാറ്റം അല്ലെങ്കിൽ ഇത് ഒരു കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതും ഇതുപോലെ തന്നെ അതിലൊരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു PhDക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ MS സൈക്കോളജി കഴിഞ്ഞ് PhD എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പഠിക്കുന്നത് എൻ്റെ മക്കളെ കൂടെയാണ്. അപ്പൊ ഞാൻ മുന്നേ ചിന്തിച്ചിരുന്ന എന്താ, എന്റെ മക്കള് ഞാൻ അല്ലെങ്കിൽ അവർ പഠിക്കൂല, ഞാനാണ് ഒരു മെയിൻ റോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു അവരുടെ പിന്നിൽ നിൽക്കുന്ന ഞാൻ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറ്റൂല. അതൊന്നും ചിന്തിച്ചൊരു ഞാനുണ്ടായിരുന്നു. ഇവർക്ക് എക്സാം ആയി ഞാൻ ഉറങ്ങൂല. ഈ 3 ദിവസം അല്ലെങ്കിൽ ഈ എക്സാമിന്റെ ടൈമിൽ എനിക്ക് ഉറക്കല്ല, എനിക്ക് ടെൻഷനാണ്. നേരത്തെ എനിക്കണം, റിവിഷൻ ചെയ്യണം, ഇവരെ 3 പഠിപ്പിക്കണം. 3 പേരാണ് സ്കൂളിൽ പോണത്. കുറെ ടെൻഷനാണ്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടാസ്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്ന് പറയാം. ഹലോ, ഓക്കെ കേൾക്കുന്നുണ്ടോ അല്ലെ? കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. അപ്പോ ഇതുപോലെ നമ്മൾ പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ഇവര് എക്സാം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ പുറത്ത് ക്ലാസ്സുകൾ ഓഫ്ലൈൻ സെഷൻസ് കാര്യങ്ങളുണ്ടാവും. അപ്പൊ കുട്ടികൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ലിമിറ്റിനപ്പുറം കുറച്ച് റോളുകൾ നമ്മൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അത് നമ്മൾ ഫുള്ളി അവർ A+ വാങ്ങണം, അവരെങ്ങനെ ആക്കണം, അവർ ഫുൾ A+ എന്ന് പറയുന്നത് അല്ല അല്ലെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് നല്ല വാല്യൂസ്, നല്ല എന്താ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന നല്ല ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ നല്ലൊരു മക്കളാക്കിയിട്ടും കൂടെ വളർത്തണവരെ അല്ലെ. കുറെ എന്താണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരോട് തന്നെ കളവ് പറയുക, അതൊക്കെ തന്നെ കുട്ടി അതുപോലെ ഇതാക്കാണ്. അപ്പൊ ആസ് എ പേഴ്സൺ നമ്മളിൽ വേണം മാറ്റം കൊണ്ടുവരാൻ. നമ്മൾ എങ്ങനെയാണ് നമ്മളിൽ മാറ്റി വരുന്നത്, അതിനനുസരിച്ചാണ് ആ കുട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് വളരുക എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ആരോ എന്തോ ചോദിച്ചു തോന്നുന്നു. നമ്മളെ ടാസ്കിന്റെ എന്തെങ്കിലും ആണോ? ടാസ്കിന്റെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അതിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചോ? ഒന്ന് പറയണേ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ നമുക്കൊരു ടൈം നമ്മൾ കണ്ടെത്തുക. നമ്മളെപ്പോഴും നമ്മൾ എന്താണ് ഈ കിടന്ന ഈ ദേഷ്യം, ഈ മോശം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്താ വെച്ചാല് നമുക്കൊരു സ്പേസ് കൊടുക്കണില്ല. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാം ജീവിച്ചെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ, ഞാൻ ഒരു ഉമ്മയും ഒരു വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയ ഒരു അവസ്ഥയിലൂടെ ആയതുകൊണ്ട് അതുകൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്കതുപോലെ ആയിരുന്നു. ഞാൻ അത്യാവശ്യം PG ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അവിടെ കണ്ടെത്തി എന്താ വെച്ചാല് എനിക്ക് എന്താണ് ഇനി എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുക. അവരെ സ്വപ്നത്തേക്ക് എനിക്ക് കൊണ്ടുപോകണം. അവരേറ്റവും ഇനി ഒരു സ്വപ്നമൊന്നുമില്ല. ഈ 5 മക്കളായിട്ടുള്ള ഉമ്മയായിട്ടുള്ള ഞാൻ എനിക്ക് എന്താ ഉള്ളത്? ഇനി മക്കളെ സ്വപ്നമാണ് വലുത്. അവരേറ്റവും ബെസ്റ്റ് ആക്കണം എന്ന് വെച്ചിട്ട് അവരെന്തൊക്കെയോ ആക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അവരെന്താ ചെയ്യുന്നത്? ഒരു പാരന്റ് ഒട്ടും നല്ലതല്ലായിരുന്നു. അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അവർക്ക് പ്രഷർ കൊടുക്കണം, അവരെ ലൈഫിൽ അവരിട്ട് ബുദ്ധിമുട്ടിക്കായിരുന്നു. ആക്ച്വലി ഞാൻ എനിക്കൊരു ടൈം കൊടുത്തപ്പോ അല്ലെ എന്റെ ഇമോഷനൊക്കെ അവർക്ക് ഞാൻ കൊടുക്കുന്നത്. എനിക്കും നമ്മളുടെ സ്വപ്നങ്ങൾ അവസാനിക്കാനൊന്നും ആയിട്ടില്ല. നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്കും ഇതേപോലുള്ള ഒരു ജീവിതമാണ് അല്ലെ. ഈ ഒരു ഭൂമിയിൽ നമ്മളും ജീവിക്കുകയാണ്. നമ്മളെ എല്ലാം ത്യജിച്ച അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച ഒരു ഉമ്മയാണ് ഞാൻ. എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എന്റെ ഭർത്താവിന്റെ ഫാമിലിക്കും എല്ലാം ഞാൻ ത്യജിച്ചിട്ട് ഒരു ഉമ്മയാണ്. എന്നിട്ടാണ് എന്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ, എന്റെ മക്കൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഇത്രത്തോളം എനിക്ക് ബുദ്ധിമുട്ട് വരണമെന്ന് നമ്മൾ പറയും. ഇവിടെ ആരുടെ തെറ്റാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആര് തെറ്റാണ്?
നമ്മൾ കുറെ കാലം കഴിഞ്ഞ് നവ്യ നായരോട് പറഞ്ഞൊരു കോട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ലാസ്റ്റ് അവരെന്നെ ചോദിക്കും, ഉമ്മയ്ക്ക് ചെയ്യായിരുന്നില്ലേ, ഉമ്മ എന്തിനാ എന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി. അവരൊക്കെ അവരുടെ ലൈഫ് ഇത് എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളൊരു ടൈം കൊടുക്കുക. അത് എന്തെങ്കിലും ഒരു ജോലി വേണമെന്നൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആ വായിക്കാനുള്ള കുറച്ച് കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഹാപ്പി ആവുക. നിങ്ങൾ ഹാപ്പി ആയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് മദർ ആവാൻ പറ്റുള്ളൂ. നിങ്ങളെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊരു ജോലി ഇതുണ്ട്, അപ്പൊ എനിക്ക് ഇനിയും അത് പറ്റും അല്ലെ. എനിക്ക് നല്ല ഭംഗിയായിട്ട് പറയായിരുന്നു, എനിക്ക് 5 മക്കളാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ സ്വപ്നങ്ങളും മാറ്റി വെച്ച ഒരു ഉമ്മയാണ് മോനെ ഞാൻ, എല്ലാ സ്വപ്നങ്ങളും മാറ്റി വെച്ച ഒരു ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയായിരുന്നു അല്ലെ. അവർക്ക് ഞാൻ അവ മക്കളെയും ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ ഗ്രോ ചെയ്യണത്. അവര് കണ്ടു പഠിക്കണത്, അവര് റോൾ മോഡൽ ചെയ്യണത് നമ്മളെയാണ്. എന്റെ ഉമ്മ ഇതെല്ലാം അല്ലെ. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം, ടൈം ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്റെ മോന് 9th പഠിക്കുന്നത്. അവന് 9th പഠിക്കുന്ന സമയത്ത് 9th ടീച്ചർ എന്നെ വിളിക്കുക. ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോന് എന്താണ് എന്താ എന്താ ചെയ്യുന്ന, ജസലിന്റെ ഉമ്മ എന്താ ചെയ്യുന്ന, മോന്റെ പേര് ജസൽ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ മൈൻഡ് കോച്ചാണ്. അപ്പൊ എന്താ എന്താ മാം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നമ്മൾ കുട്ടികളുടെ അടുത്ത് റോൾ മോഡലിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിച്ചിരുന്നു അല്ലെ. നമ്മൾ പറയല്ലോ APJ അബ്ദുൽ കലാം അല്ലെങ്കിൽ അവരിവരെന്നൊക്കെ നമ്മൾ റോൾ മോഡൽ അവരാണ് ഇവരാണെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ ആൺകുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ റൊണാൾഡോ അങ്ങനെയൊക്കെ ആയിട്ട് ആൺകുട്ടികൾ ഭയങ്കര ഹൈപ്പിൽ ഓരോന്ന് പറയാണ്. ജസൽ പറഞ്ഞത് മൈ മദർ ഈസ് മൈ റോൾ മോഡൽ, എന്റെ ഉമ്മയാണ് എന്റെ റോൾ മോഡൽ എന്നുള്ളത്. അപ്പൊ എന്താണ് മദർ അവനത് പറഞ്ഞത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്നെ വിളിച്ചത്. എനിക്കത് കേട്ടപ്പോ കണ്ണൊക്കെ നിറഞ്ഞുപോയി. നമ്മൾ ഒരിക്കലും അവനത് പറയുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഞാൻ ആകെ, കാരണം അവര് നമ്മളെ വാച്ച് ചെയ്യാണ് അല്ലെ. നമ്മള് അവരെയും വെച്ച് ഇതാവണതും അവരെ കൂടെ പോണതും അവരെ ഗ്രോ ചെയ്യുന്നതും അവരെ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് എന്റെ മക്കളും ഹെൽപ്പാണ്. എന്റെ കോച്ചിങ്ങിനും എന്റെ കാര്യത്തിനും അവരുമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓരോ കാര്യത്തിനും അവരെനിക്ക് ഉമ്മ ഇതിങ്ങനെ അവര് മൈക്ക് സെറ്റ് ഒക്കെ എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാക്കാൻ ഇതൊക്കെ അവർ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ മക്കളും ആ ഒരു രീതിയിലാണ് പോണത്. ഇപ്പൊ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പുറത്തുള്ളവർ പറയും 5 മക്കളായിട്ട് എങ്ങനെ ചെയ്യണത്, ഈ കോച്ചിങ് എങ്ങനെ ഇവരെ ഇട്ടിട്ട് എങ്ങനെ, ഇവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ മക്കളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് വിളിച്ചു പറയും, ഉമ്മേ ഇന്ന് എക്സാം കഴിഞ്ഞൂട്ടാ, നല്ല ഇതായിരുന്നു അങ്ങനെയായിരുന്നു. അവരുടേതായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊന്നുമില്ലാതെ നമ്മൾ എന്താ കുറെ കുട്ടികളെ കുറെ മൊബൈലാക്കാനും അവരുടെ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സ്പെൻഡ് ഒക്കെ ആയിരിക്കും പലരും ചെയ്യുക. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളെ മക്കൾക്ക് ഒരു റോൾ മോഡൽ. ഓക്കെ, എനിക്ക് പറയാല്ലേ, എനിക്ക് അവിടെ എന്താ പറയണ്ടേ, എന്റെ മക്കൾക്കൊക്കെ വേണ്ടി എല്ലാം ത്യജിച്ചൊരു ഉമ്മയാണ്. സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളതാക്കാൻ വേണ്ടിയിട്ടാന്ന് പറയായിരുന്നു. പക്ഷെ അവിടെ ഞാൻ പറയുന്നതിനപ്പുറം അവർക്ക് കാണിച്ചു കൊടുത്തു അല്ലെ. ആസ് എ മദർ ഞാനൊരു വലിയതായിട്ട് ഒന്നും പറയല്ല കേട്ടോ, ഞാൻ ഒന്നും എത്തിയതൊന്നുമല്ല, പക്ഷെ ഞാൻ പറയുന്നതാണ്. അപ്പൊ അവൻ ആ മോനത് പറഞ്ഞ സമയത്ത് എനിക്ക് വന്നൊരു കാര്യമുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും പലരും കുറ്റപ്പെടുത്തണം, 5 മക്കളുണ്ട് അല്ലെ, ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ കുട്ടികളെ നോക്കും, ഇനി ഇരുന്ന് പഠിക്കല്ല. ഞാൻ BEd കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കിട്ടിയ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എന്റെ മക്കളാണ് എനിക്ക് അതിന്റെ ഒരു ആൻസർ തന്നത്, എന്റെ ഉമ്മയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ അവിടെ വിജയിച്ചിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് പലതും നമുക്ക് കിട്ടുക, എന്റെ മക്കളെ വായുന്നത് കിട്ടിയപ്പോ ഞാൻ അവിടെ ഒരു വിജയിച്ച മദറായി. അതാണ് എനിക്കൊരു ഇതായിട്ട് വന്നത്. അപ്പം എനിക്ക് എല്ലാം ത്യജിച്ച് എന്റെ മക്കൾക്ക് എല്ലാം ഉപേക്ഷിച്ചൊരു ഉമ്മ ആവണ്ട, മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് എന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു റോൾ മോഡൽ ആവണം എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തതാണ്. എനിക്കതിന് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് വേണ്ട ഒരു ടൈം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കുക. അതിലൂടെ തന്നെയാണ് നമുക്ക് എന്താവുക, നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കിയാലാണ് മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനും, നമ്മളെ ഹാപ്പി ആക്കി വെച്ചെങ്കിലാണ് ആ ഒരു മദർ എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റുക അല്ലെ. നമ്മൾ എന്ന വ്യക്തിക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കുക. അപ്പൊ നമ്മളൊരു സൂര്യനായിട്ട് നിൽക്കുക. നമ്മൾ ആ സൂര്യൻ നമ്മൾ ഒരുപാട് അവരിങ്ങനെ വേണം, ഹസ്ബൻഡിന്റെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരിനോട് ഇങ്ങനെ പെരുമാറണം, ഇവരിങ്ങനെ വേണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് മാറ്റുക. നമ്മൾ ആ ഒരു സൂര്യനായിട്ട് നിന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് നമ്മൾ ചെയ്യുക, നമ്മൾക്ക് നൽകേണ്ടത് നൽകുക. നമ്മൾക്ക് പറ്റും, അത് ഉറപ്പായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇനി ഇജ്ലാൽ സർ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല കൺസേണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ വേവലാതികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇജ്ലാൽ സാറിന് നൽകുകയാണ്. സർ. ഓക്കെ, അപ്പം റാഷിദ മാമിന്റെ നല്ലൊരു സെഷൻ, നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് ആർ ഗുഡ് ഇന്റൻഷണൽ ബട്ട് മെനി ഓഫ് ദം ആർ മിസ്ഗൈഡഡ്. എല്ലാ മാതാപിതാക്കൾക്കും എന്റെ മക്കൾ നന്നാവണം, വിജയിക്കണം, നല്ല ആരോഗ്യം ഉണ്ടാവണം, അങ്ങനെയുള്ള നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇവർ ശ്രമിക്കുന്ന സമയത്ത് മിസ്ഗൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യാറ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതുപോലെ ചെയ്യും. മക്കളെ നേരിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യുന്നതിനപ്പുറം പുറത്തുനിന്ന് കിട്ടുന്ന സജഷൻസ് കേട്ടിട്ട്, പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, മാതാപിതാക്കള് മക്കളെ വളർത്താറുള്ളത്. അതാണ് ഇവിടെ മിസ്ഗൈഡഡ് ആയിട്ട് പോകാൻ കാരണം. അപ്പോ റാഷിദ മാം പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും നമുക്കായിട്ടൊരു സമയം കണ്ടെത്തുമ്പോൾ, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട്, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമ്പോൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുട്ടികളെയും മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളുമായിട്ടുള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പാരന്റിങ് ഒരു ഭാരമായിട്ട് തോന്നൂല. അത് ഈസി ആയിട്ട് തോന്നുള്ളൂ. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സംഭവങ്ങളൊന്നും നമ്മൾ കേൾക്കൂല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും. മക്കള് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാ മക്കളും ആണെങ്കിലും അവർ പറയും എന്റെ അച്ഛനാണ് അല്ലെങ്കിൽ എന്റെ അമ്മയാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എന്ത് ചെയ്യും, അത് എത്തും എന്നുള്ളതാണ്. കാരണം അവിടെ ആ ഒരു മക്കൾ പാരന്റ് എന്നുള്ള ഒരു ബന്ധം, ആ ഒരു പടച്ചോൻ ഉദ്ദേശിച്ച ആ ഒരു ബന്ധമാണ് എന്ത് ചെയ്യുക, അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമുക്ക് കാണാം, പല പല മാതാപിതാക്കൾ കുട്ടികളുമായിട്ടുള്ള സ്നേഹം കാണാം. പക്ഷെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുക വെറും റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ്. അത് കടമകൾ മാത്രം. എന്റെ മക്കളാണ്, അതുകൊണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കണം, ഫുഡ് കൊടുക്കണം, ഇത് കൊടുക്കണം, പഠിപ്പിക്കണം, അങ്ങനൊക്കെ. ഇത് സ്നേഹം എന്നുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർ വിജയിക്കണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇന്റൻഷൻ നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഇത് കടമ മാത്രമേ ആവുന്നുള്ളൂ. ഓക്കെ. അതായത് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഫുഡ്, പഠിപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തു കൊടുക്കുക. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, കുട്ടികളുമായിട്ടുള്ള ആ നേരിട്ടുള്ള ബന്ധം വരില്ല. ആ നേരിട്ടുള്ള ബന്ധം വരുന്ന സമയത്താണ് കുട്ടികളോട് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെന്ന് പറയാം. നമ്മൾ റാഷിദ മാം പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. അതായത് കുട്ടികള് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് സാരമില്ല, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാളാവുമ്പോഴാണ്, അതാണ് സ്നേഹം എന്ന് പറയാം. മറിച്ച് അവര് നിന്നെ പറ്റി പറഞ്ഞത് എനിക്കറിയാം, ഞാൻ പറയണോ, അല്ലെങ്കിൽ മറ്റാൾ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, ഓക്കെ നീ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ നിന്നിട്ട് കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ സ്നേഹമല്ല വരുന്നത്. ഓക്കെ. അവിടെ എന്താണ്, നമ്മൾ കുട്ടികളെ മറ്റുള്ളവരോടൊപ്പം ചേർന്നിട്ട് നമ്മളും എന്ത് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പോ നമ്മൾ കടമ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം സ്നേഹം കൂടി ഉണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ, നമ്മൾ വയസ്സാവുമ്പം നമ്മുടെ മക്കള് കടമ എന്ന് എന്നുള്ള പേരിൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അപ്പുറം സ്നേഹത്തിൽ നമുക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്തു തരും. നമുക്കറിയാം അല്ലെ, നമ്മൾ എല്ലായിടത്തും പഠിപ്പിക്കാറുണ്ട്, സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. അതായത് മാതാപിതാക്കളെ നോക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ. പക്ഷെ അതൊരു കടമ മാത്രമാണോ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത്? അത് കടമ, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതാകുന്നു, അല്ലെങ്കിൽ ഇതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു പഠിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണോ? അതിന്റെ ബാക്കിൽ എന്ത് വേണം, സ്നേഹം വേണം അല്ലെ. സ്നേഹം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്തു കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്താണ്, കടമ എന്നുള്ള സംഭവം മാത്രം ഉണ്ടാവുമ്പോൾ എന്താണ്, അവിടെ സ്നേഹം ഉണ്ടാവില്ല. അവിടെ എങ്ങനെയെങ്കിലും കൊണ്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തില് സ്നേഹത്തിലൂടെയാണ് നമ്മുടെ കടമകൾ നിറവേറ്റിയതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മുടെ വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യും, സ്നേഹത്തിലൂടെ അവരുടെ കടമ എന്ത് ചെയ്യും, നമ്മളോടുള്ള കടമ എന്ത് ചെയ്യും, അവര് നിർവഹിക്കുന്നതാണ്. ഓക്കെ. അങ്ങനെ ഉണ്ടാവുന്ന സ്നേഹമാണ് പെർമനന്റ് ആയിട്ടുള്ള സ്നേഹം. അങ്ങനെ ഉണ്ടാവുന്ന ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യാ, അല്ലെങ്കിൽ പല മാതാപിതാക്കളും ഒരു കൺസേൺ ആണ്, ഞാൻ എന്റെ കുട്ടിക്ക് ഒരു ഭാരം ആവരുതെന്ന്. അതെന്തുകൊണ്ടാണ്, അവിടെ കടമ എന്നുള്ള രീതിയിൽ കുട്ടികൾ എനിക്ക് എന്തെങ്കിലും ചെയ്തു വരുമ്പം അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ തോട്ട്. കാരണം എന്താണ്, അവിടെ സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ സ്നേഹത്തിലൂടെയാണ് ആ കടമ അവർ നമുക്ക് നിർവഹിക്കുന്നതെങ്കിൽ നമ്മൾക്കും അതിൽ സന്തോഷം ഉണ്ടാവും, അവർക്കും അതിൽ സന്തോഷം ഉണ്ടാവും. അതൊരിക്കലും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല എന്നാണ്. അപ്പൊ നമ്മൾ എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അവരുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ അവർ തിരിച്ചു തരിക. ഓക്കെ. കടമ മാത്രമാണെങ്കിൽ കടമ മാത്രം അവർ നമുക്ക് തിരിച്ചു തരും. സ്നേഹത്തിലൂടെയുള്ള കടമയാണെങ്കിൽ അത് അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു തരും. ഓക്കെ. അപ്പം ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൂപ്പിൽ എന്നും ടാസ്കുകൾ ഇടാറുണ്ട്. നമ്മുടെ ലൈക്ക് കുട്ടികൾക്ക് അപ്പം അഫർമേഷൻസ് ആയിട്ടും സെൽഫ് ലവ് ടാസ്കുകളൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ സെൽഫ് ലവ് ടാസ്കുകൾ ഇടുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികൾക്ക് നമുക്കറിയാം, നമ്മളിപ്പം കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നമുക്കറിയില്ല. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് അവരോടൊരു സ്നേഹം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, അവർക്ക് പാരന്റ്സിനോടൊരു സ്നേഹം വരിക. ആ രീതിയിൽ പാരന്റ്സ് വളർത്തുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം അവർക്ക് പാരന്റ്സിനോട് വരിക. ഓക്കെ. അപ്പോ അത് ബിൽഡ് ചെയ്യാനായിട്ട്, ആ സെൽഫ് ലവ്, അവർക്ക് അവരോടൊരു സ്നേഹം ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ടാസ്കുകൾ കൊടുക്കുന്നത്.
ഓക്കെ, അത് ചെയ്യുന്തോറും കുട്ടികൾക്ക് അവരോട് ഇഷ്ടം വരികയും അതിന്റെ ഒരു പ്രതിഫലനം അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയാണ് സെൽഫ് ലവ് ടാസ്കുകൾ ഉള്ളത്. പിന്നെ അഫർമേഷൻസ് കാണാൻ പറ്റും നമുക്ക്. അത് കുട്ടികൾക്ക് റാഷിദ് മാം പറഞ്ഞല്ലോ, നമ്മൾ നല്ല വാക്കുകൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുക. ഓക്കെ, അപ്പോ ഈ അഫർമേഷൻസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് നന്നായിട്ട് വരും. ഓക്കെ, അവർക്ക് ലൈഫിൽ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും നല്ല മൈൻഡ് സെറ്റ് ആണ് ആവശ്യം. വേൾഡ് ഒന്നും ശരിയല്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികൾ ഒരിക്കലും വേൾഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കൂല, അല്ലെങ്കിൽ അവരവിടെ സക്സസ് ആവാൻ നോക്കൂല. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റിൽ എങ്ങനെ ഉണ്ടാവേണ്ടത്, വേൾഡ് നല്ലതാണ്, ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യമുള്ള കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിനുവേണ്ടി ശ്രമിക്കുള്ളൂ, സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പം അതിനൊക്കെ ഉപകരിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രൂപ്പിൽ അയക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനൊന്നും എന്ത് ചെയ്തത് ചെറുതായിട്ട് കാണരുത്, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കുട്ടികൾ അത് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, സംഭവിക്കുന്നതാണ്. ഒരിക്കലും കുട്ടികളെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് മാറ്റില്ല, ആ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് നല്ല മാറ്റങ്ങൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് വരുന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ വല്ലാതെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഇന്നത് ചെയ്യുന്ന പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇതൊരു ഒറ്റയടിക്ക് സംഭവിക്കുന്ന സംഭവമല്ല, അത് നമ്മൾ ക്ഷമയോടെ അതിനെ നോക്കി കാണേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആവാൻ പറ്റൂല, നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന പാരന്റ് ആവാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഓരോ ഡേയും ഇന്നലത്തേനേക്കാളും ഇംപ്രൂവ് ചെയ്യുന്ന പാരന്റ് ആവാം. ഓക്കെ, ഒരിക്കലും ഇന്ന് ഒരു കാര്യം ചെയ്യലൂടെ നാളെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആവില്ല. അപ്പൊ ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം, ഓരോ ഡേയും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പാരന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറും. അപ്പൊ എന്ത് ചെയ്യും, ഏറ്റവും അടിപൊളി കുട്ടികളായിട്ട് എന്ത് ചെയ്യും, അവര് മാറുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇജ്ലാൽ ഇജ്ലാൽ, ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഓക്കെ, ക്യാമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിലരുണ്ടാവും എന്താണ് ഇങ്ങനെയൊന്നും ഒരു ഐഡിയ കിട്ടാത്തവര്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുട്ടികൾക്ക് നൽകിയത് ഇതാണ്. കാരണം ഇവർ ഓൾറെഡി പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു മൈൻഡ് ആവുമല്ലോ. ചിലപ്പോൾ ഈ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതും കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് അല്ലെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തിയൊക്കെയുള്ള കുറെ മൈൻഡ് സെറ്റുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ അവർ പോലും അറിയാതെ, നമ്മൾ പറഞ്ഞല്ലോ ഈ സബ് കോൺഷ്യസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ഡേ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഡേ അവർക്ക് കിട്ടേണ്ട, അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കുറെ ടാസ്കിലൂടെ അവരുടെ കുറെ കഴിവുകൾ ബിൽഡ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഡേ ആണ് അവർക്ക് നൽകിയത്. ചിലർക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന കുട്ടികളാകുമ്പോൾ അവർക്കൊരു ആ ഒരു ലെസിനെസ്സിൽ അവർ നിൽക്കും. പക്ഷെ അവർ പോലും അറിയാതെ അവരെ മൈൻഡ് സെറ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് നമ്മൾ അവിടെ നൽകിയിട്ടുള്ളത്. സോ അത് അവരിൽ ഇപ്പൊ പെട്ടെന്നൊരു റിസൾട്ട് എന്നുള്ളതല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവും. അവരുടെ ഡ്രീം ഇതാക്കാനും അല്ലെ, നമ്മളിപ്പോ കുറെ മൊബൈൽ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പലതും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പിലൂടെ ഒക്കെ എന്താന്ന് വെച്ചാൽ അവർക്ക് ആ കിട്ടുന്ന ആ ഒരു ഡേയിൽ അവർക്ക് കിട്ടുന്ന കുറെ മൂല്യങ്ങൾ അല്ലെ, കുറെ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലോട്ടാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ നൽകുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഒറ്റ ഡേ നമ്മൾ നല്ല രീതിയിലാണ് നൽകിയത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ടാസ്ക് 21 ഡേയ്സ് ടാസ്ക് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് പാരന്റ്സിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയാണ്. കാരണം അത് കുറച്ചും കൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണാം. കാരണം നമ്മൾ പറഞ്ഞില്ല, അതിൽ പറയണ്ട ഐ ആം സ്ട്രോങ്. ഇത് നമ്മൾ ആ കുട്ടി അതുവരെ കേട്ട കുട്ടി ചിലപ്പോ ഇന്നെ കൊണ്ട് ടീച്ചേഴ്സ് കുറെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആ കുട്ടി ഗ്രോ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാവും വരിക. അത് ഈ കുഞ്ഞ് ഇങ്ങനൊക്കെ ഒരു 21 ഡേയ്സ് ആ കുട്ടീനെ പുരോഗതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഒരു 21 ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് കുട്ടി പോലും അറിയാതെയാണ് ആ കുട്ടിയുടെ വരുന്ന കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഓക്കെ, അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഒറ്റ ദിവസം കൊണ്ട് ഇപ്പൊ എന്താ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്യാമ്പ് ഇങ്ങനെ പോയിട്ട് എന്താ, അല്ലെങ്കിൽ ഇത് എന്താന്നുള്ള ഒരു തോട്ട് പലർക്കും വരാം. നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഇപ്പൊ 21 ദിവസം ഇപ്പൊ വല്ല കാര്യമുണ്ടോ, ഈ ടാസ്കുകൾ ഇപ്പൊ ചെയ്യുന്നതുകൊണ്ട് എന്താ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താന്നുള്ളൊരു തോട്ട് നമുക്ക് വരാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള സ്കൂൾസ് ആണെങ്കിലും നമുക്കറിയാം, ഓരോ സ്കൂൾസിലും ഈ സൈക്കോളജി കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അവര് ആ കുട്ടികളുടെ, കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പൊ അവര് അതിനു വേണ്ടി ഇപ്പൊ മെഡിറ്റേഷൻ പലതും സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഓരോരോ സ്കൂൾസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കാരണം അത്രയും ഇതിലൂടെയുള്ള കുഞ്ഞുങ്ങളാണ് പോണത് അല്ലെ, ഓരോന്ന് എത്തിപ്പെടുന്നത്, ഓരോന്നില് ഓരോ അഡിക്ഷൻ അവരുടെ ലൈഫിൽ വരുന്നത്, ഇങ്ങനൊക്കെ വരുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റിൽ അല്ലെ, ആ ഒരു മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഇജ്ലാൽ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓക്കെ, ഇനി ഇവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങൾക്ക് വല്ല കൺസേൺ? ഓക്കെ, ഞാൻ ചോദിക്കാം. അപ്പോ നമ്മള് കുട്ടികളോട് ചോദിച്ചു നിങ്ങളുടെ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമ്മൾ സെഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചില കുട്ടികളൊക്കെ
കൈൻഡ് ആണ്, അവര് ഭയങ്കര കൈൻഡ് ആണ്, ബാക്കിയുള്ളവർ നല്ല കൈൻഡ് ആയിട്ടാണ് പെരുമാറുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. ചില കുട്ടികൾ ഹോണസ്റ്റ് ആണ്, ചില കുട്ടികൾ ലൈക്ക് അവര് സത്യം മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പേഷ്യന്റ് ആണ്, ഭയങ്കര ക്ഷമ ഉള്ളവരാണ്. അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് അന്ന് നമ്മൾ പറയും, അവരെ കൊണ്ട് എഴുതിപ്പിച്ചു. ഓക്കെ, നമ്മൾ പിന്നെ എക്സാമ്പിൾസ് കൊടുത്തു. പക്ഷെ പല കുട്ടികളോടും ഞാൻ പറഞ്ഞു ഈ ക്വാളിറ്റീസ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ പല കുട്ടികൾക്കും അതിന്റെ ഒരു അറിയില്ല, ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല. അറിയില്ല എനിക്ക് എന്താ ഉള്ളത്, എനിക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എന്താന്നുള്ളത് അറിയാത്തൊരു ഇത്. കാരണം അവർക്ക് അവരെ കുറിച്ചൊരു നല്ലത് ചിന്തിക്കുമ്പോൾ അവർക്ക് ബാഡ് ആയിട്ടുള്ള ഒരുപാട് വരുന്നുണ്ട്. ഇന്ന അവരിങ്ങനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്നയിൽ ഇതൊക്കെ ഉണ്ട്, കാരണം ഇന്ന ഇങ്ങനൊക്കെ പറഞ്ഞ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇന്ന നല്ല ക്വാളിറ്റി എന്താ, ആ കുട്ടിക്ക് അതറിയില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഇതിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ മക്കളിൽ നമ്മൾ ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത് അവരെ പറഞ്ഞ് ഇതാക്കും. നല്ല ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉണ്ടാവും. അത് പറയുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്യുക. പക്ഷെ നമ്മൾ ഈ അവന്റെ എന്തില്ലാത്തത്, ഇപ്പൊ ഈ മമ്മൂട്ടിന്റെ ഡാൻസ് പറഞ്ഞ പോലെ ഇല്ലാത്തതിലത്തെ ഇതാക്കാന് നോക്കുക എന്നുള്ളതിന്റെ അപ്പുറം അവനുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള അവന്റെ ക്വാളിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അത് അവനിൽ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ആസ് എ മദർ, ആസ് എ പാരന്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. യെസ്. ഓക്കെ, മാത്രല്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാലും നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുട്ടികള് ഇപ്പം അക്കാഡമിക്സിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിലൊക്കെ അവര് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റം പറയാറുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും. അതാണ് ഈ പേഷ്യൻസ്, സത്യസന്ധത, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ സത്യം പറയുക. ഓക്കെ, നല്ല സ്വഭാവം, ഇതൊക്കെ അവർക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയുള്ളതാണ്. ഇതാണ് ആക്ച്വലി പടച്ചോൻ അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് പറഞ്ഞാല്. അപ്പൊ നമ്മള് ഈ മാർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഇതും കൂടി കുട്ടികളെ കാണണം. എന്റെ കുട്ടി ഇതിലെങ്ങനെയാണ്, ഇത് നല്ലതാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കുട്ടികളുടെ സെൽഫ് ലവ് വളരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അവർക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഇങ്ങനത്തെ ക്വാളിറ്റീസ്. ഓക്കെ, ക്ഷമ, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, പാരന്റ്സ് പൊതുവെ എന്താണ് അതിനെ കാണാത്ത പോലെ നിൽക്കാറാണ് പതിവ് കൂടുതൽ പാരന്റ്സും. അതിനധികം പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കൂല. ഉള്ളത് കൊടുക്കൂല. കുറ്റപ്പെടുത്തിയിട്ട് കുട്ടികൾ നന്നാവണം എന്നാ ഉദ്ദേശിക്കുക. ഈ സ്വഭാവം മാനിച്ചിട്ട് കുറ്റപ്പെടുത്തിയിട്ടാണ് നന്നാക്കാൻ നോക്കുന്നത്. ആ ഒരു മോഡാണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മള് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സെൽഫ് ലവ് വളരും. അവരും ഇമ്പോർട്ടന്റ് ആണ്, നമ്മളും, എനിക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനും ഇവിടെ ലോകത്ത് ഒരു വാല്യൂ ഉള്ള ആളാണ് എന്നുള്ള രീതിയിൽ ഒരു ഫീലിംഗ് കുട്ടികൾക്ക് എന്ത് ചെയ്യും, യെസ്, വരുന്നുള്ളതാണ്. കറക്റ്റ്. ഓക്കെ. ഓക്കെ, അതിനൊരു അപ്പൊ എക്സാമ്പിൾ പറയാം മിസ്ലാൽ, ഒരു എക്സാമ്പിൾ പറയാം അതിന്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നു. ഗസ്റ്റ് വന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, ആ ഗസ്റ്റിന് വേണ്ടിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വല്ല ഗ്ലാസ് കാര്യങ്ങൾ അവർക്ക് ജ്യൂസ് കൊടുക്കാനൊക്കെ നമ്മൾ എടുത്തു വെച്ചു വിചാരിക്കാം. അപ്പൊ ഈ ജ്യൂസ് കുടിച്ച് ഈ ഒരു ഗ്ലാസ് ഈ ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അപ്പൊ നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ഞാൻ ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും ഭയങ്കര രീതിയിലാവും നമ്മൾ അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന, നല്ല രീതിയിൽ അത് ഇതാക്കും. പക്ഷെ ഈ ഒരു സാധനം തന്നെ നമ്മളെ മക്കളെ കയ്യിൽ നിന്നാണ് ഉടഞ്ഞത്. ആരുമില്ല, ഈ ഒരു നല്ല ഭംഗിയിൽ നമ്മൾ നോക്കുന്ന ഒരു സാധനം മക്കളെ കയ്യിൽ നിന്ന് വീണുടഞ്ഞു. നമ്മളവിടെ ആഗതാവും, ഭയങ്കര ചീത്തയും ഭയങ്കര ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവന് അത്ര വാല്യൂ ആണോ ആ ഒരു ഗസ്റ്റിന് കൊടുക്കുന്നത് പോലും മേ ബി നമ്മൾ അറിയാതെയോ അറിഞ്ഞോ നമ്മൾ അവിടെ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നില്ല. നമ്മൾ അവിടെ ചിന്തിക്കുന്നത് വേറെ തരത്തിലാണ്. അപ്പൊ മക്കളിൽ നിന്ന് അത് സംഭവിച്ചാൽ നമ്മളുടെ സ്വഭാവം തന്നെ മാറും അല്ലെ. നമ്മളവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ കുട്ടികളാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ ആ ഒരു രീതിയൊക്കെ നമ്മൾ കുട്ടികൾക്കും നൽകണം. അത് ഒരു വലിയൊരു കാര്യമാണ്. അതിലൂടെ ഒക്കെയാണ് ആ കുട്ടി ആളുടെ സ്വഭാവം ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നത്. യെസ്. അപ്പോ നമ്മൾ മാർക്കിനും ബാക്കിയുള്ള പെർഫോമൻസിനും ഒക്കെ അപ്രിഷിയേഷൻ കൊടുക്കുന്നത് പോലെ ഇങ്ങനത്തെ ക്വാളിറ്റീസിന് എപ്പോഴും എന്ത് ചെയ്യണം, അതിനെ കുറച്ചുകൂടി പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾ അവർക്ക് ഇല്ലാത്ത ക്വാളിറ്റീസ് എന്ത് ചെയ്യുള്ളൂ, പതുക്കെ പതുക്കെ അവരിലേക്ക് ചേർത്തോളും. ഇങ്ങനത്തെ ക്വാളിറ്റീസ് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കാതാവുമ്പോഴാണ് ഞാനിനി എന്തും ചെയ്തിട്ടും കാര്യമില്ല, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവരെന്താ ഇതൊന്നും കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ഫീലിങ്സ് കുട്ടികൾക്ക് വരികയും അത് കുട്ടികളെ നിരാശയിലെത്തിക്കുകയും അപ്പോഴാണ് കുട്ടികൾ സ്ട്രെസ്ഡ് ആവുന്നത്. അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തോട്ടിൽ നിന്നാണ് കുട്ടികൾ സ്ട്രെസ്ഡ് ആവുന്നത്. അതിൽ നിന്നാണ് പിന്നീട് എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവർ ഡ്രഗ്സിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള അഡിക്ഷൻസിലേക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ നല്ല ക്വാളിറ്റീസ് ആണ്, അവർക്ക് ജന്മന അല്ലെങ്കിൽ പടച്ചവനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അത് നമ്മൾ വളർത്തുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരോട് തന്നെയുള്ള ഒരു ഇഷ്ടം എന്ത് ചെയ്യും, അവർക്ക് വളരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനും കൂടിയായിട്ടാണ് നമ്മൾ ഈ ടാസ്കുകൾ കൊടുക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ടാസ്ക് ഇതായിരുന്നു, നിങ്ങളുടെ 3 ക്വാളിറ്റീസ് നിങ്ങൾ എഴുതാം.
ഓക്കെ. അപ്പൊ കുട്ടികൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത് എഴുതുന്നുണ്ടാവുക. ചിലപ്പോൾ അവർ ക്രിഞ്ച് അടിക്കുന്നുണ്ടാവും, എന്റെ ക്വാളിറ്റീസോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ ആക്ച്വലി അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം അവർ അവരുടെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് പോകില്ല. കാരണം അവർ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്യുന്ന സംഭവമായിരിക്കണം. ഓക്കെ. കുട്ടികൾക്ക് മാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള അച്ചീവ്മെന്റ്സ് കിട്ടണം എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്നതും എല്ലാവരും കാണുന്നതും അത് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ഉള്ളിലുള്ള ഓരോ കുട്ടികളുടെയും ഉള്ളിലുള്ള ക്വാളിറ്റീസിനെ ആരും പ്രശംസിക്കാത്തതുകൊണ്ടും ആരും അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വില കൽപ്പിക്കാത്തതുകൊണ്ടും കുട്ടികളുടെ അവരുടെ ഈ ക്വാളിറ്റീസിനെ ഇതെല്ലാവർക്കും ഉള്ള ക്വാളിറ്റിയാണ് എന്നുള്ള രീതിയിലാണ് കാണുക, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കാണുക. പക്ഷെ നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുന്ന സമയത്ത്, അതിന് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവര് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവരും വളരും, അവർക്ക് അവരോട് തന്നെ ഇഷ്ടം ഉണ്ടാവും. ഓക്കെ. ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലുതാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, അവര് നമ്മളോട് സ്നേഹത്തിൽ നമ്മളോട് കടമ ചെയ്യുന്നവരെ കുട്ടികളായിട്ട് എന്ത് ചെയ്യും, മാറുന്നതാണ്. കാരണം അവരുടെ സോളിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത് അവിടെ തൊട്ടത്. ഓക്കെ. അവരുടെ സോളിന് കിട്ടിയിട്ടുള്ള, അവരുടെ ഏറ്റവും കോറിന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിനെയാണ് എന്ത് ചെയ്തത്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ അത് അവർക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കുകയും അത് തന്നെത്താനെ സ്വയമേവ ഒരുപാട് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളില് സ്വയം മാറാനുള്ള ഒരു ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ ഒരു തോന്നലുണ്ട് നമ്മുടെ ഉള്ളിനുള്ളിൽ. പക്ഷെ അതിന് ആരെങ്കിലും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഫീലിംഗ് വരിക. അപ്പം നമ്മൾ കുട്ടികളുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കഴിവിനെ അപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ സ്വയം മാറുന്നവരായിട്ട് എന്ത് ചെയ്യും, അവർ മാറും. അപ്പോഴാണ് അവര് ഇത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് എന്ത് ചെയ്യുള്ളൂ, അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ എന്ത് ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ടാസ്കുകളും കാര്യങ്ങളും. അപ്പൊ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ. നമ്മൾ ഒരിക്കലും ഒരു ഇതിലും ഫോഴ്സ് ചെയ്തിട്ട് ചീത്ത പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ മയത്തിൽ തന്നെ എന്ത് ചെയ്യും, കുട്ടികളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ. ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഒരു കാര്യത്തിൽ നല്ല റിസൾട്ട് വരണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ അത് ചെയ്യണം. ഓക്കെ. ഒരു ഹോംവർക്ക് ചെയ്യുന്ന ഒരു ഇതിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക, അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുക നമ്മൾ അത് ചെയ്യാനായിട്ട്. ഓക്കെ. അവർ ആ ഇഷ്ടത്തിൽ അവർ ചെയ്യട്ടെ, തീർച്ചയായിട്ടും അവര് അടിപൊളിയായിട്ട് മാറും. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിലോ വോയിസ് ആയിട്ടോ ചോദിക്കാം. ഹലോ. യെസ്. ഓക്കെ. ഈ ക്യാമ്പ് കഴിഞ്ഞ ഉടനെയാണ് ഇപ്പൊ ഈ ക്ലാസ് കിട്ടിയത് എന്നെങ്കിൽ ഒന്നും കൂടെ ടാസ്ക് ഒക്കെ ചെയ്യിക്കാനൊക്കെ ഒന്നും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ടാസ്കിന്റെ ഒരു ഉദ്ദേശം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ടാസ്ക് ഞാൻ പറഞ്ഞപ്പോൾ 10-ാം തീയതി ഇവിടെ വേറൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. 10-ാം തീയതി പോയിട്ട് 11, 12, 13, 14-ാം തീയതിയാണ് തിരിച്ചു വന്നത്. അപ്പൊ മോള് ആ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്ത ക്യാമ്പിന് പോയപ്പോ പിന്നെ കുറച്ചും കൂടെ ദിവസങ്ങൾ അങ്ങനെ വിട്ടുപോയല്ലോ. അപ്പൊ വന്ന് നോക്കുമ്പോ 3-4 ദിവസം കഴിഞ്ഞല്ലോ. അപ്പൊ ഞാന് ചെയ്യാൻ പറഞ്ഞപ്പോ അവൾക്ക് വലിയൊരു അങ്ങനെ ഇടവിട്ടപ്പോഴവൾക്ക് വലിയൊരു മടി പോലെ. അപ്പോ ഇതിന്റെ ആ ഒരു ഇത് സീരിയസ്നെസ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ക്ലാസ് ക്യാമ്പ് കഴിഞ്ഞ ഉടനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വന്ന ഉടനെ ഒന്നും കൂടെ ഇനിയും ചെയ്യിപ്പിക്കാലോ അല്ലെ. അപ്പൊ അവൾക്ക് ഇപ്പൊ കൊറേ ദിവസമായപ്പോ ഒരു മടി പോലെ. ഓക്കെ. അത് നമ്മള് ഇതില് നമുക്ക് ടഫ് ആയിട്ടുള്ള ടാസ്കുകളൊന്നും ഇല്ല, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും ചെയ്ത് തുടങ്ങാം. അപ്പൊ ഡേ 1 തൊട്ടിട്ടാണെങ്കിൽ ഞാൻ ഇന്നലെ ഞാൻ കേൾപ്പിച്ച് കുറച്ച് വോയിസുകളൊക്കെ കേൾപ്പിച്ച്. അപ്പൊ അവള് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. പിന്നെ ഞാൻ വല്ലാതെ പുഷ് ചെയ്ത് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പറഞ്ഞപ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. എന്തായാലും ഇനി മെല്ലെ മെല്ലെ ഓരോ ദിവസം ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഞാൻ എല്ലാം കേട്ട്. പക്ഷെ സിമ്പിൾ ആണ്, പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിലൂടെയാണ് നമ്മൾ അറിയില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെയാണ് വലിയ വലിയ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ എന്താവുക എന്നുള്ളത്. അപ്പൊ അത് ഇനി പറ്റുന്നത് പോലെ ചെയ്യിക്കും. കാരണം അതിലുള്ളതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് ചെയ്താലാവും ചിലപ്പം അതിൽ നിന്ന് എന്തോ ഒരു സംഭവം കിട്ടുക, അല്ലെങ്കിൽ അതിൽ ഒരു തിരിച്ചറിവോ അല്ലെങ്കിൽ ഒരു ഇത് അടിപൊളിയാണല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, പിന്നെ അവർക്ക് അടുത്തത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം പറ്റുന്നത് പോലെ എന്ത് ചെയ്യാം. അപ്പം ഈ സെൽഫ് ലവ് ടാസ്കുകളൊക്കെ അങ്ങനത്തെ ടാസ്കുകളാണ്. ഓക്കെ. അപ്പൊ അത് ചെയ്യിപ്പിച്ച ഒരു പക്ഷെ അവരെന്ത് ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചെയ്തോളൂ അവര്.
പിന്നെ നമുക്കുണ്ടല്ലോ ഈ ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും ഒക്കെ കുട്ടികളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു മടി ഉണ്ടാവും. സ്കൂളത്തെ ഹോംവർക്ക് ചെയ്യുന്ന അതേ ഒരു അപ്രോച്ച് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോ അതുപോലെയാണ് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞത് പോലത്തെ ഒരു ഫീലാണ്. ആ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ എനിക്ക് ആ ഇതിന്റെ സീരിയസ്നെസ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ. അപ്പൊ അവർക്ക് കൂടുതൽ. ഇഷ്ടമുള്ളത് ഇപ്പം നമ്മൾ ടാസ്ക് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ. ഓക്കെ. ഉം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. പിന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ സബ് കോൺഷ്യസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയും അല്ലെ. പാരന്റിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു കാര്യം എന്ന് പറയും. ആ കുട്ടികൾക്കുള്ള ഒരു കവചാണെന്ന്. അപ്പൊ നമ്മളുടെ പ്രയർ എന്നുള്ളത് പറയും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ചിന്തകൾ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് നമുക്ക് പല ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് വരും. ഇവർ അതിൽ പെട്ടു പോവോ ഇന്ന് കാണുന്നത്, കാരണം ഇന്ന് സൊസൈറ്റിയിൽ പല രീതിയിലുള്ള കുട്ടികൾ പലതിലും പെടുന്നത്. അപ്പോ അങ്ങനെ ആവോ, ഇവര് ഇനി അങ്ങനെ ആവോ, ഇവര് വളരുമ്പോ അങ്ങനെ എന്നുള്ള ഒരുപാട് ടെൻഷൻ അടിച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസിന്റെ ഒരു ഇതുണ്ടല്ലേ, നമ്മൾ എന്താണോ കൂടുതൽ ഇതാക്കണത് അത് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പവർ ഉണ്ടെന്ന്. അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സിൽ കുട്ടികളെ കുറിച്ച് നല്ലൊരു പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല പ്രൗഡ് ആക്കുന്നതും മക്കൾ നല്ല നിലയിൽ എത്തുന്നതും നല്ല രീതിയിലുള്ള ചിന്തകൾ മാത്രം നമ്മൾ കൊടുക്കുക, നല്ല ചിന്തകൾ മാത്രം നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല പ്രാർത്ഥനയോടൊപ്പം തന്നെ ആ ഒരു ചിന്ത നമ്മളെപ്പോഴും നമ്മളെ മക്കളെ നല്ല പ്രൗഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആക്കുക. ഇതാണെന്നുള്ള അതാണോ നമ്മുടെ ഉള്ളിൽ. അല്ലാതെ നമ്മൾ എപ്പോഴും ആദ്യം എന്റെ മോൻ അതിൽ പെടും, അല്ലെങ്കിൽ ഇങ്ങനെ ആവോ, മോൾ ഇങ്ങനെ ആവോ എന്നുള്ള ഓവർ ഓവർ തിങ്ക്, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് മാറിക്കുക. ഒരിക്കലും എപ്പോഴും റബ്ബ് അല്ലെ അത്രയും വലിയവനാണ്. അപ്പൊ ഏറ്റവും നല്ല രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു എൻഡ്, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ചിന്തകളാണോ നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രാർത്ഥനയോടൊപ്പം തന്നെ ആ ഒരു ചിന്ത എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. പിന്നെ ഇതുപോലെ ഇപ്പൊ നമുക്ക് പാരന്റ്സിന് തന്ന ക്ലാസ് പോലെ മക്കൾക്ക് ഇതുപോലെ ഇടക്ക് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടാസ്ക് ഒക്കെ ചെയ്യാനും അവർക്ക് ഇവിടെ ഒന്നും കൂടെ ഇജിലാൽ സ്റ്റുഡന്റ് കോച്ചാണ്. കുട്ടികളെ ഇങ്ങനെ കൊടുക്കുന്ന ആൾക്ക് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉം, സാറിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഉം, കണക്ട് ഉം, ചെയ്താല് സാറ് അവിടെ ക്ലാസ്, ഇജിലാൽ സാർ പറഞ്ഞോളൂ അതിനെക്കുറിച്ച്. ഉം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലൊക്കെ ഒരു ക്ലാസ് അവർക്ക് ഒന്നും കൂടെ ഒന്ന് ഓക്കെ. ഉഷാറാക്കി. നമ്മള് സ്റ്റുഡൻസിനായിട്ട് ഇനി നമ്മള് സെഷൻസ് വെക്കുന്ന സമയത്ത് അറിയിക്കാം. അപ്പോ ഉം, ജോയിൻ ചെയ്താൽ മതി. ഉം, ഓക്കെ. ഉം, കുട്ടികൾ പിന്നെ ഉണ്ടാവും, നോർമലി അവരെല്ലാവരും ഉപദേശിക്കുന്നവരായിരിക്കും. അപ്പൊ ഉം. 90% ഉപദേശിക്കും. അപ്പൊ നമ്മളെ കാണുമ്പോഴും അവർ അങ്ങനെ വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു റിലക്റ്റൻസ്, അവർക്കൊരു മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം നമ്മുടെ ക്യാമ്പൊക്കെ ആൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ടല്ലേ? രസമായിരുന്നു എന്നൊക്കെ ആരുടെ പറഞ്ഞു. പേരന്റാന്നൊന്ന് പറയാമോ റഷീദ്? റെന ഫാത്തിമ. റെന ഫാത്തിമ. ഓക്കെ. ഓക്കെ. അപ്പൊ ക്യാമ്പ് ഇഷ്ടമായി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കാം. അപ്പൊ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇപ്പം ഈ ഒരു ടാസ്ക് തന്നെ ഉണ്ടല്ലോ, അത് ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, അതന്നെ ചെയ്യിപ്പിക്കാം. ഓക്കെ. അതിലിപ്പം ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു തുടങ്ങിയാൽ, മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ അവർ തന്നെ ചെയ്തോളും. അതുവരെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ.